ഹലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാപ്പി ലാൻഡ് ആട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാട്ടോ. അപ്പോൾ അപ്പോൾ രാവിലെ ആട്ടോ ഞാനിവിടെ എത്തിയത്. 25-ാം തീയതി ആട്ടോ വന്നത്, ക്രിസ്മസിൻ്റെ അന്നാട്ടോ വന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു. ഇതൊക്കെയാണ് എല്ലാവർക്കും ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുക കേട്ടോ. ഇവിടെ ഒരുപാട് ലോക്കറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലോക്കറൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങൾ വയ്ക്കുക. അതുപോലെ വലിയ ബാഗൊന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ. അപ്പോൾ ഈ ബാഗ് നമ്മുടെ സാധനങ്ങളും ഒക്കെ നമുക്ക് ഈ ബാഗും അതൊക്കെ ഇവിടെ ലോക്കറുണ്ട്. ആ ലോക്കറിൽ വെച്ച് അവരൊരു കീ തരും. ആ കീ നമ്മൾ കളയാതെ വെക്കണം കേട്ടോ. അപ്പോൾ കീ നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം. ആ ലോക്കർ തുറന്നിട്ട് കീ വെച്ചാൽ പൂട്ടി വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഇതുപോലെ വീണ്ടും തുറന്നാൽ മതി. അപ്പോൾ ഇതിൽ അവർ 3 ഇതായിട്ട് തിരിക്കും കേട്ടോ. ചൈൽഡ്, പിന്നെ അഡൾട്ട്, മറ്റേ അപ്പോൾ കൊച്ചുകുട്ടിയൊക്കെയെന്ന് പറഞ്ഞാൽ ടിക്കറ്റൊന്നും എടുക്കണ്ട, ഫ്രീ ആണ്. പിന്നെ ചൈൽഡിൽ വരുന്നവർക്ക് പൈസ കുറയും. പിന്നെ ബാക്കി അതിനും പൊക്കം കൂടിയ കുട്ടികൾക്ക് സാധാരണ അഡൾട്ടിൻ്റെ പൈസ തന്നെ കേട്ടോ. അപ്പം അത് ബാക്കിയുള്ളവർക്ക് അപ്പോൾ ചൈൽഡിന് പൈസ കുറവാട്ടോ. ബാക്കിയുള്ള കുറച്ച് പൊക്കം കൂടിയവർക്ക് അഡൾട്ടിൻ്റെ കൂടെ കൂട്ടേണ്ടി വരും. അതിന് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരുപാട് റൈഡുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്താട്ടോ. അപ്പോൾ ഒരുപാട് റൈഡുണ്ട്. കുറേ പേർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ പൂൾസ്, അതുപോലെ പെൻഡുലം റൈഡ്സും പൂൾ വേവൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈമാണ്. അല്ല, ടൂറൊക്കെ പോകുമ്പോൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഇതുപോലെ കുറേ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ആദ്യം ഇതുപോലെ ഡാഷിങ് കാർ, അങ്ങനെ കുറേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറേ മിറർ ഹൗസും അതുപോലെ 3D തിയേറ്ററിലാട്ടോ ഫസ്റ്റ് കയറി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അകത്ത് ഫോൺ ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ. ഫോൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. ഫോൺ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലെ ഒരു മിറർ ഹൗസ്, പിന്നെ അകത്ത് കുറേ എന്തൊക്കെയോ ഇല്യൂഷൻസ് വന്ന് എന്തൊക്കെയോ റൂമും അതുപോലെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പാർക്കാട്ടോ. പാർക്കിൻ്റെ തൊട്ട് മുമ്പിലാണ് ഡാഷിങ് കാർ. അത് കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു. അതിന് ശേഷം കേട്ടോ ആ സമയത്ത് നമ്മളിതുപോലെ ഈ പാർക്കിൽ നിന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ആകെയും ഞാനിവിടെ പാർക്കിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ ആ ഡാഷിങ് കാറിൽ കയറിയത്. ഇവിടുന്ന് താഴോട്ട് ചെല്ലുമ്പോഴാട്ടോ ഇതുപോലത്തെ ഒരുപാട് റൈഡും, വലിയ റൈഡും, അതുപോലെ പെൻഡുലം, പൂൾ വേവ്, അങ്ങനെയുള്ള എല്ലാം. ഫസ്റ്റ് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇതുപോലെ പൂൾ വേവ് ആട്ടോ. അതും പിന്നെ ഒരു പൂളിൻ്റെ നടുക്ക് വാട്ടർ പാർക്കായിട്ടാട്ടോ കാണും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പൂൾ വേവ് ആട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ തിര അടിക്കുന്ന പോലെ ഇതുപോലെ നമ്മുടെ കടലിൻ്റെ ഡ്യൂപ്പ് പോലെ ആട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില സമയം ഈ ഒരു വേവ് സ്റ്റോപ്പ് ചെയ്തിടും, ചില സമയത്ത് വീണ്ടും വേവ് വരും. നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ ലോക്കറിൽ പൂട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനോട് മൊബൈലിൽ വെച്ച് പൂട്ടി. ഇവിടുത്തെ ലോക്കറിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ മാത്രം എടുത്തിട്ട്, ഇപ്പം മൊബൈൽ ഫോൺ അങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലോക്കറിൽ വെച്ച് പൂട്ടാമെന്നാണ്. അതൊരു കീ തരും. ആ കീ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കാം. പിന്നെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ വീണ്ടും ആ കീ വെച്ച്, അപ്പോൾ നമ്മുടെ ഫോൺ ഇതുപോലെ ലോക്കറിൽ വെച്ച് പോയി. അപ്പോൾ നമുക്ക് ഫോൺ വെച്ച് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പൂളിൽ ഇറങ്ങിയതും റൈഡിൽ കയറാൻ ഒന്നും. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഡാഷിങ് കാർ. നമ്മൾ ശരിക്കും കാർ ഓടിക്കുന്ന പോലെ തോന്നും. കുറേ കഴിഞ്ഞിട്ടാട്ടോ നമ്മളിത് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി കാര്യങ്ങളായിട്ട് വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ടാറ്റാ.